നമസ്കാരം ഗായ്സ്. ഇന്ന് നമ്മൾ ഫുഡിയായിട്ട് വന്നിരിക്കുന്നത് നമ്മളെ ലുലു മാളിലെ ബാർബിക്യൂ നാഷണലാണ്. അപ്പം ഇവിടുത്തെ ഫുഡ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയാമല്ലോ എല്ലാവർക്കും. ഇവിടെ ബൊഫട്ടാണ് വരുന്നത്. ബൊഫട്ടിലെന്ന് പറയുകയാണെങ്കിൽ വീക്ക് ഡേയ്സിലും വീക്കെൻഡ്സിലും ഡിഫറൻസ് ആണ് വരുന്നത്. ഇപ്പോൾ വീക്ക് ഡേയ്സിൽ വരുന്നത് മൺഡേ ടു ഫ്രൈഡേ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് ഞാൻ. 499+ ടാക്സ് ആണ് വരുന്നത്. പക്ഷേ വിത്തൗട്ട് ഗ്രിൽ ഫുഡാണ് വരുന്നത്. ഇവിടെ ഇപ്പം എല്ലാം ബൊഫട്ടിൻ്റെ എല്ലാ സ്വീറ്റ്സും ഡെസേർട്ടും തുടങ്ങിയ എല്ലാ സംഭവങ്ങളും വിഭാഗങ്ങളും വെച്ചിട്ടുണ്ട്. സലാഡ്സ്, ഗുൽഫി, ഡെസേർട്ടാണ് ഈ ലൈനിലേക്ക് വരുന്നത്. നമുക്ക് സ്പെഷ്യലൈസ്ഡ് നമുക്ക് എന്തെങ്കിലും നാൻ, ബട്ടർ നാൻ അല്ലെങ്കിൽ ചില്ലി ചിക്കൻ തുടങ്ങിയ എന്തെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ അവർക്ക് ഓർഡർ ചെയ്തെങ്കിൽ അവർ പ്രിപ്പറേഷൻ ചെയ്ത് നമുക്ക് അപ്പം തന്നെ കൊണ്ടുവരും. അല്ലാത്ത വിഭവങ്ങളൊക്കെ നമുക്ക് ബിരിയാണി, പിന്നെ ഗീ റൈസ്, ബട്ടർ ചിക്കൻ, പിന്നെ മട്ടൺ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ബൊഫട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. ഡെസേർട്ട്, ഐസ്ക്രീംസ് തുടങ്ങിയ എല്ലാമാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് ഗുൽഫി സെക്ഷനാണ്, അപ്പുറത്ത് ഡെസേർട്ട് സെക്ഷനാണ്. കേക്ക് ഐറ്റംസ് എല്ലാം ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഒരു ഫുഡി ആയിട്ടുള്ള പേഴ്സൺസ് എങ്കിൽ തീർച്ചയായിട്ടും ഇതവർക്ക് ഒരു എന്താ പറയുക, ഒരു സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ഫുഡ് രീതിയാണ് ഇതിൽ ബൊഫട്ട് വരുന്നത്. പിന്നെ 999 പ്ലാനിലാണ് ഗ്രില്ല് വരുന്നത്. നമ്മുടെ അവിടെ തന്നെ ടേബിളിൽ തന്നെ ഗ്രില്ലിൻ്റെ അതിൻ്റെ ഓപ്ഷൻസൊക്കെ അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് ബാർബിക്യൂ ആയിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും. അതിൽ പ്രാണ്, പിന്നെ വെജിലാണെങ്കിൽ പൊട്ടാറ്റോ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും അതിലുണ്ട്. ഫിഷ് ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് മട്ടനും കുറച്ച് ബിരിയാണിയും പിന്നെ സലാഡും പിന്നെ ഡിഫറെൻ്റായിട്ട് ഒരു കേർഡ്സ് റൈസും പിന്നെ പാസ്ത പിന്നെ കോണ്, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ കുഞ്ഞിന് ഒന്ന് ഒരു ചിക്കൻ, പിന്നെ ഞങ്ങളൊരു വലിയ ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പം അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് പാനിപൂരി സെക്ഷൻ, പിന്നീട് ഒരു സൂപ്പ്, ചിക്കൻ സോട്ട് ആൻഡ് സോർ സൂപ്പ്, പിന്നെ നൂഡിൽസ്, പിന്നീട് ബിരിയാണി തുടങ്ങിയ എല്ലാമായി. പിന്നെ ഞാൻ എടുത്ത ഫുഡാണിത്. കുറച്ച് പാസ്ത, കോണ്, പിന്നെ ഡിഫറെൻ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു വ്യത്യസ്തമായ ഒരു കേർഡ് റൈസും കൂടി ഞാൻ എടുത്തു. കേർഡ് റൈസ് ഞാൻ ഓർഡർ ചെയ്തൊന്നും ഞാൻ എവിടെയും കഴിക്കാറില്ല, വീട്ടിൽ ഞാൻ കഴിക്കാറില്ല. അത്ര കേർഡ് റൈസ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എടുത്തു. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മട്ടനാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. എനിക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, പിന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ളതും കൊണ്ട് പിന്നെ ഞാൻ മട്ടൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മട്ടൻ പീസ് മാത്രം എടുത്തു. ബിരിയാണി, പിന്നെ എഗ്ഗിൻ്റെ ഒരു റോസ്റ്റഡ് ലൈക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സലാഡ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ്. ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊരു ഫുഡിയാണ്, വലിയൊരു ഫുഡി അല്ലെങ്കിൽ ചെറിയൊരു ഫുഡിയാണ്. കാരണം നമുക്ക് ഭക്ഷണത്തിലാണല്ലോ എല്ലാം. അപ്പോൾ ഭക്ഷണം പ്രിയനാണ് ഞാൻ. പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നതിന് ഒരു ബട്ടർ നാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ നാൻ വന്നു. പിന്നെ കൊച്ചിനും അത് കൊടുത്തു. കൊച്ചിന് ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞിന് ബട്ടർ നാൻ. പിന്നെ കുറച്ച് റൈസായിട്ടൊക്കെ മിക്സ് ചെയ്ത ആൾ കൊടുക്കുകയായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, വൈഫിൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കേക്കും കുറച്ച് ഫ്രൂട്ട്സ് സലാഡ്സൊക്കെ ഞാൻ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നു. അതിന് പിന്നെ നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റും ആവുമല്ലോ എന്ന രീതിയിൽ ഞാൻ അത് എടുത്തു. പിന്നെ ഒരു സ്പെഷ്യൽ ഒരു കേക്ക് അല്ലാതെ ഒരു വിഭവങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പം, നൂഡിൽസ്, പിന്നെ കുറച്ച് മട്ടനും കൂടെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എടുത്തായിരുന്നു. ടേസ്റ്റൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, നല്ല ടേസ്റ്റാണ്. അത് ഒരു ഡിഷ് വാങ്ങിക്കുമ്പോൾ തന്നെ ഏകദേശം നല്ല ഡിഷ് വരും. അപ്പം ഫൈനലി ഞാൻ ഒന്ന് ഓർഡർ ചെയ്തത് ഒരു ഡെസേർട്ടായിരുന്നു, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെസേർട്ട്. പിന്നെ ഒരു ഗുലാബ് ജാമുൻ എൻ്റെ പെങ്ങളുടെ ഒരു കൊച്ചിന് വേണ്ടിയിട്ടാണ്. അതും നല്ല ടേസ്റ്റായിരുന്നു, ആളിന് ഇഷ്ടമായി. പിന്നെ അങ്ങനെ ഗുലാബ് ജാമുൻ ഡെസേർട്ട്സൊക്കെ പിന്നെ അവസാനം ഫൈനലി ഞങ്ങളെടുത്ത് ചൂസ് ചെയ്തു. പിന്നെ എന്നെ അപ്പുറം വന്ന് ഒരു ഗ്രിൽഡ് ടൈപ്പ് പോലത്തെ ഒരു റോസ്റ്റഡ് കേക്കാണ് ഞാൻ പിന്നെ അവസാനം ഓർഡർ ചെയ്തത്. ഐസ്ക്രീം വിത്ത് കേക്ക് അങ്ങനെ വന്നിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഓർഡർ ചെയ്ത് ഞാൻ കഴിച്ചത്. നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു. അത് ഗ്രിൽഡ് ലൈക്ക് എന്നാണ് പറയുന്നത്. അതാണ് നല്ലൊരു, നിങ്ങൾ ചെല്ലുക ബാർബിക്യൂ നാഷണൽ ചെല്ലുക. എവിടെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ബാർബിക്യൂ നാഷണൽ എവിടെ നിന്നാലും ഈ ഡിഷസൊക്കെ സെയിം ആണ്. പിന്നെ എമൗണ്ടും പിന്നെ വ്യത്യാസം വരും, ഓരോരോ സ്റ്റേറ്റിൽ ഡിഫറൻസ് വരും. നിങ്ങൾ ചെല്ലുക. നല്ലൊരു ആംബിയൻ്റാണ് അവിടെ ബാർബിക്യൂ നാഷണലിൽ വരുന്നത്. നല്ല രീതിയിലാണ് അവിടെ സെർവിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇനിയൊരു പുതിയൊരു ഫുഡ് സ്പോട്ടുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ഈ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യുക, അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.